Today's topic is what are the different modes of DES. There are mainly 4 different modes for DES operation. അപ്പോൾ DES വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ 4 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസും വർക്ക് ചെയ്യുന്നത് ഫിക്സഡ് ബ്ലോക്ക് സൈസിലാണ്. അതായത് ഫിക്സഡ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഇൻപുട്ട് ഡേറ്റയിലാണ് ഈ 4 ഡിഫറെൻറ്റ് മോഡ്സ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടത്തുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഇലക്ട്രോണിക് കോഡ് ബുക്ക് ബ്ലോക്ക് മോഡ്, ECB എന്ന് പറയും. ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് ECB, ഇലക്ട്രോണിക് കോഡ് ബുക്ക് ബ്ലോക്ക് ഓപ്പറേഷൻ. ഓക്കെ, ECBയിൽ എങ്ങനെയാണ് എൻക്രിപ്ഷൻ ചെയ്യുന്നത്, ഡീക്രിപ്ഷൻ ചെയ്യുന്നത്? ഓക്കെ, ഇലക്ട്രോണിക് കോഡ് ബുക്ക് ബ്ലോക്കിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്യും. ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ മൾട്ടിപ്പിൾ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ബ്ലോക്സും ഫിക്സഡ് സൈസ് ആയിരിക്കും. അപ്പോൾ 64 എങ്കിൽ 64 എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സൈസിനുള്ള ഒരേ നമ്പർ ഓഫ് ബ്ലോക്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ n ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ബ്ലോക്കിനെയും എൻക്രിപ്റ്റ് ചെയ്യും. ഇൻഡിപെൻഡൻ്റ്ലി ഓരോ ബ്ലോക്കും തമ്മിൽ എന്ത് കാണില്ല, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടേക്ക് തമ്മിൽ കണക്ഷൻ കാണത്തില്ല. ഓരോ ബ്ലോക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് എ കീ. അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന സൈഫർ ടെക്സ്റ്റാണ് C1. കണ്ടോ, ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എത്ര ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തു, n ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് P1, P2, P3 എക്സെട്ര അപ് ടു n. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എൻക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങി യൂസിങ് എ കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, സൈഫർ ടെക്സ്റ്റ് C1, C2, C3. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻക്രിപ്ഷൻ എങ്ങനെ നടക്കും, ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് ഡേറ്റയെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ബ്ലോക്കിനെയും സെപ്പറേറ്റ്ലി എൻക്രിപ്റ്റ് ചെയ്യും യൂസിങ് എ കീ K. പക്ഷേ ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ എല്ലാ ബ്ലോക്സ് യൂസ് ചെയ്യുന്ന കീ എന്താണ്, സെയിം കീ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ബ്ലോക്സും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എൻക്രിപ്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഡീക്രിപ്ഷൻ എങ്ങനെ നടക്കും? ഡീക്രിപ്ഷനും കയ്യിൽ സൈഫർ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ C1, C2, C3 എന്ന് ഡിവൈഡ് ചെയ്ത് C1നെ എന്ത് ചെയ്യുന്നു, ഡീക്രിപ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ആരോ ഒബ്റ്റെയിൻ ചെയ്യുന്നു, P1 ഒബ്റ്റെയിൻ ചെയ്യുന്നു. C2നെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ആരോ ഒബ്റ്റെയിൻ ചെയ്യുന്നു, P2നെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. CNനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ആരോ ഒബ്റ്റെയിൻ ചെയ്യുന്നു, PNനെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് ഓരോന്നും എന്താണ്, ഓരോ ബ്ലോക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് P1 എന്ന് പറയുന്ന നമ്മൾ ഡേറ്റയെ നമ്മൾ എന്താക്കി ട്രാൻസ്മിറ്റ് ചെയ്തു, C1 ആക്കി ട്രാൻസ്മിറ്റ് ചെയ്തു. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ C1 എന്തെങ്കിലും എറർ പറ്റി, ബിറ്റ് എറർ, C1ലെ 1-2 ബിറ്റിന് ഒരു എറർ അല്ലെങ്കിൽ ക്രിപ്റ്റോനാലിറ്റി അറ്റാക്ക് ചെയ്തു C1 എന്ന് പറയുന്ന സൈഫർ ടെക്സ്റ്റിനെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫൈനലി കിട്ടുന്ന ആർക്ക് മാത്രമേ മാറ്റം കാണൂ, ഡീക്രിപ്ഷൻ സൈഫർ ടെക്സ്റ്റ് C1നെ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന P1 എന്തായിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സെൻഡർ സെൻഡ് ചെയ്തതായിരിക്കില്ല റിസീവർ റിസീവ് ചെയ്യുന്നത്. വ്യത്യാസമില്ല. കാര്യം എന്താണ്, ഇടയ്ക്ക് വെച്ചിട്ട് ബിറ്റ്സിന് വ്യത്യാസം വന്നു. പക്ഷേ ബാക്കിയുള്ള C2 തൊട്ട് CN വരെയുള്ള സൈഫർ ടെക്സ്റ്റിന് എന്തെങ്കിലും മാറ്റം വരില്ല. കാര്യം എന്തുകൊണ്ടാണ്, അതും C1നുമായിട്ട് ഒരു ബന്ധവുമില്ല. അവസാനം അത് മെർജ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൽ ബന്ധം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഫൈനലി കിട്ടുന്ന പ്ലെയിൻ ടെക്സ്റ്റ് എന്തായിരിക്കും, എപ്പോഴും സേഫ് ആയിരിക്കും. എക്സെപ്റ്റ് ആര്, P1. ഏത് സൈഫർ ടെക്സ്റ്റിനെയാണോ അറ്റാക്ക് ചെയ്തത് ആ സൈഫർ ടെക്സ്റ്റിൻ്റെ കീഴിലുള്ള വരുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലെയിൻ ടെക്സ്റ്റും നമുക്ക് സേഫായിട്ട് ഇവിടെ കിട്ടും, റിസീവറിന് കിട്ടും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഫെയിലിയർ കാരണം ഏതെങ്കിലും ഒരു സൈഫർ ടെക്സ്റ്റ് നമ്മുടെ ആ വഴിക്ക് വെച്ച് ലോസ്റ്റായി പോയി കഴിഞ്ഞാൽ ഫൈനലി ആരെ കിട്ടില്ല, ആ സൈഫർ ടെക്സ്റ്റിനെ കിട്ടില്ല. പക്ഷേ എന്ത് കിട്ടും, ബാക്കിയുള്ള എല്ലാ പ്ലെയിൻ ടെക്സ്റ്റും അറൈവ് ചെയ്യും, സേഫായിട്ട് അറൈവ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കംപ്ലീറ്റ് ഡേറ്റയും ഒരിക്കലും എന്താവത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് വരില്ല. ഓക്കെ, പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ. എന്താണ്, ഇത് ആരെയാണ്, ഒരു സിംഗിൾ കീയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് അല്ലേ. ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആരെയാണ്, ഒരു ഒറ്റ കീയുടെ സീക്രസിയെ ബേസ് ചെയ്ത് മാത്രമാണ്. ആ കീ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, കംപ്ലീറ്റ് ഡേറ്റയും അതിന് ഒക്കർ ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന്. പിന്നെ ഇവിടെ P1, C1 അവിടെ എന്താണ്, ഒരു 1-to-1 റിലേഷൻഷിപ്പാണ് അല്ലേ. ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഇപ്പോൾ
ഐ ആം ഓക്കെ എന്നൊരു പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഐ ആം ഓക്കെ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ഇനി ആ കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്താൽ എവിടെയും കിട്ടുന്ന സൈഫർ ടെക്സ്റ്റ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഫർ ടെക്സ്റ്റ് ബ്രേക്ക് ചെയ്താൽ കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കർ ചെയ്യാൻ പറ്റും. അതാണ് ആ 1-to-1 റിലേഷൻഷിപ്പ്. എപ്പോഴും അതെന്ത് ചെയ്യും? അത് കീപ്പ് ചെയ്യും അല്ലേ? ഇപ്പം ഐ ആം ഓക്കെ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിന് വരുന്ന കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് ഇനി എവിടെ നോക്കിയാലും അതൊന്ന് തന്നെയായിരിക്കും, മാറ്റം വരത്തില്ല. കാര്യം ദേ ആർ ഓൾ യൂസിങ് സെയിം കീ ഫോർ എൻക്രിപ്ഷൻ. കീക്ക് വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് 2 ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്. കീ എന്ന് ഒരൊറ്റ കീ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കീ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു 1-to-1 റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോഡ് ബുക്ക് ബ്ലോക്ക് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതാണ് സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. അടുത്ത മോഡ് ഓഫ് ഓപ്പറേഷനിൽ വരുന്നതാണ് ആര്? സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡിനകത്ത് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്, അതായത് നേരത്തെ ഇലക്ട്രോണിക് കോഡ് ബുക്ക് ബ്ലോക്ക് മോഡെന്ന് വെച്ചാൽ അവിടെയുള്ള ഓരോ അതായത് നമ്മൾ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഓരോ പ്ലെയിൻ ടെക്സ്റ്റും ഓരോ സൈഫർ ടെക്സ്റ്റും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രീവിയസ് പ്ലെയിൻ ടെക്സ്റ്റ് ഓർ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ്. ബട്ട് ഇൻ ദിസ് മോഡ്, സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്, ഈച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ്. ഓരോ പ്ലെയിൻ ടെക്സ്റ്റും പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ്, അപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കാണില്ല, പ്രീവിയസ് ഒരു സൈഫർ ടെക്സ്റ്റ് കാണില്ല. സോ വി അസ്യൂം എ വെക്റ്റർ, അല്ലെങ്കിൽ വി അസ്യൂം എ ബ്ലോക്ക് ഓഫ് ഡേറ്റ കോൾഡ് ആസ് ഇനിഷ്യൽ വെക്റ്റർ വിച്ച് ഈസ് സെയിം ആസ് ലെങ്ത് ഓഫ് ദ ബ്ലോക്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ആദ്യം ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ബ്ലോക്സിൻ്റെ ലെങ്തിലുള്ള ഒരു ഇനിഷ്യൽ വെക്റ്റർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും. കാര്യം എന്താണ്, ഇനിഷ്യലി നമുക്ക് ആര് അവൈലബിൾ ആവില്ല, സൈഫർ ടെക്സ്റ്റിന്. അതായത് ഓരോ പ്ലെയിൻ ടെക്സ്റ്റും ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്ലെയിൻ ടെക്സ്റ്റിന് റെഫർ ചെയ്യാൻ ആരില്ല, ഒരു പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ് ഇല്ല. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് ആരെന്ന് പറയുന്നത്, ഇനിഷ്യൽ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനിഷ്യൽ വെക്റ്ററിൻ്റെ ലെങ്ത് ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ഓരോ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, M1 M2 എക്സെട്ര അപ് ടു Mn. ദെൻ ഇനി ആദ്യത്തെ പ്ലെയിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞല്ലോ. ബട്ട് ഇവിടെ എന്തില്ല, പ്രീവിയസ് ഒരു സൈഫർ ടെക്സ്റ്റ് ഇല്ല. സോ ഈ പ്ലെയിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇനിഷ്യൽ വെക്റ്റർ IV. ദീസ് IVയുടെ ലെങ്തും ഈ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലെങ്തും എന്തായിരിക്കണം, ബ്ലോക്കിൻ്റെ ലെങ്ത് നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ 64 ബിറ്റ് ആണെങ്കിൽ ഇതും 64 ബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യും, എക്സോർ ചെയ്യും. എക്സോർ ചെയ്തിട്ടാണ് ആരെ ചെയ്യുന്നത്, DES എൻക്രിപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റും ഇനിഷ്യൽ വെക്ടറും കൂടെ എക്സോർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, DES എൻക്രിപ്ഷൻ ചെയ്യുന്നു. അത് കഴിയുമ്പോഴാണ് ആരെ കിട്ടുന്നത്, സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഈ സൈഫർ ടെക്സ്റ്റ് ഇനി അടുത്ത റൗണ്ടിൽ ഈ സൈഫർ ടെക്സ്റ്റും അടുത്ത റൗണ്ടിൻ്റെ പ്ലെയിൻ ടെസ്റ്റും കൂടിയാണ് എക്സോർ ചെയ്യുന്നത്. അതിനെ വെച്ചാൽ പ്ലെയിൻ ടെക്സ്റ്റ് ആൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്, ദ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ് അല്ലേ. പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, പ്ലെയിൻ ടെക്സ്റ്റ് എപ്പോഴും പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് കറണ്ട് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കൂടെ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ് കൊണ്ട് എക്സോർ ചെയ്ത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ സൈഫർ ടെക്സ്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്, കറണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ്. അത് പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് മാത്രമല്ല ഒരു സൈഫർ ടെക്സ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അതെപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ അതിനെ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാൻ വളരെ പാടല്ലേ. എപ്പോഴും പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ബ്രേക്ക് ചെയ്താൽ മാത്രം, ഇപ്പോൾ കറൻ്റ്ലി ഒരു സൈഫർ ടെക്സ്റ്റ് കിട്ടിയാലും നമുക്ക് എന്തറിയണം, പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ് അറിയണം. എന്നാൽ മാത്രമേ അതിൽ നിന്ന് എന്ത് കിട്ടുള്ളൂ, കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഡീക്രിപ്ഷൻ അപ്പോൾ എങ്ങനെയാണ്, സൈഫർ ആദ്യമേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ആര് ചെയ്യേണ്ടത്, ഡീക്രിപ്ഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലിരിക്കുന്ന സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. ഡീക്രിപ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നതിനെ ആരോട് ആഡ് ചെയ്യണം, ഇനിഷ്യൽ വെക്ടറിൻ്റെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് M1. അടുത്ത സെക്കൻഡ് വൺ ആണെങ്കിൽ എന്താണ്, സെക്കൻഡ് സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് ആരുടെ കൂടെ ആഡ് ചെയ്യണം, പ്രീവിയസ് സൈഫർ ടെക്സ്റ്റുമായിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് M2. ഇങ്ങനെ അപ് ടു Mn വരെ പോകും.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഓരോ പ്ലെയിൻ ടെസ്റ്റും പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പ്ലെയിൻ ടെസ്റ്റിന് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്തിരിക്കുന്നത്, ഇനിഷ്യൽ വെക്ടർ IV യൂസ് ചെയ്യുന്നത്. ആ രണ്ട് പ്രീവിയസ് സൈഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെസ്റ്റും കൊണ്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഫോർ ഡീക്രിപ്ഷൻ ആദ്യം ഡീക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് ഒറിജിനൽ പ്ലെയിൻ ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. പിന്നെ എന്താണ്, ഇതെപ്പോഴും ഇങ്ങനെ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഒരു എറർ വന്നു, ഓക്കെ, ഈ C1 എന്ന് പറയുന്ന സൈഫർ ടെക്സ്റ്റിന് പകരം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ എവിടെയെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ എവിടം വരെ പ്രൊപ്പഗേറ്റ് ചെയ്യും, ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് അങ്ങ് അറ്റം വരെ പോകും അല്ലേ. കാര്യം എന്താണ്, ഈ C1 ഡിപ്പെൻഡ് ചെയ്താണ് C2 ഫോം ചെയ്യുന്നത്. ഈ C2 ഡിപ്പെൻഡ് ചെയ്താണ് ആര് വരുന്നത്, C3 വരുന്നത്. ബട്ട് C3 അപ്പോൾ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, C2നെയും C1നെയും ഡിപ്പെൻഡ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് എറർ വന്നാൽ ആ എറർ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് മനസ്സിലായി. അപ്പോൾ സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, എപ്പോഴും അതിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രീവിയസ് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ മോഡാണ് K-bit സൈഫർ ഫീഡ്ബാക്ക് മോഡ്. ഓക്കെ, അടുത്ത മോഡ് എന്ന് പറയുന്നത് K-bit സൈഫർ ഫീഡ്ബാക്ക് മോഡ്. ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മറ്റിനെ പോലെ തന്നെ ആദ്യം ഒരു ഇനിഷ്യൽ വെക്ടർ നമ്മൾ എടുക്കും. ഓക്കെ, ഇനിഷ്യൽ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇനിഷ്യൽ വെക്ടർ എടുത്തിട്ട് അതിനെ 64 ബിറ്റ്സ് ആക്കും. അതായത് ഇനിഷ്യൽ വെക്ടർ നമ്മൾ എടുക്കുന്നത് 8 ബിറ്റോ 4 ബിറ്റോ ഒക്കെ ആകുന്നിരിക്കട്ടെ, അതിനെ നമ്മൾ എന്താക്കണം, 64 ബിറ്റ് ആക്കണം. 64 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് കുറേ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്ത് എന്ത് ചെയ്യണം, എത്ര ബിറ്റ് എടുത്താലും അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന സീറോസ് അപ്പൻഡ് ചെയ്തിട്ട് 64 ബിറ്റ്സ് ആക്കും. അപ്പോൾ K ബിറ്റ്സ് എന്ന് പറയുന്നത് IV, റിമൈനിങ് 64 മൈനസ് K ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സീറോസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഇനിഷ്യൽ വെക്ടർ, അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, മറ്റൊരു 64 ബിറ്റ് ഡേറ്റ കിട്ടി. ഓക്കെ, ആ 64 ബിറ്റ് ഡേറ്റയ്ക്കകത്ത് നമ്മൾ എത്ര ബിറ്റായിരുന്നു നമ്മുടെ IV, ഇനിഷ്യൽ വെക്ടർ IV, അതായത് 4 ബിറ്റാണെങ്കിൽ 4 ബിറ്റ്, ആ ആദ്യത്തെ 4 ബിറ്റ് എടുത്ത് ആരുടെ കൂടെ ആഡ് ചെയ്യണം, പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് ഈ K ബിറ്റ് എടുക്കുന്ന IVയുടെ നമ്പർ ഓഫ് ബിറ്റ്സ് എപ്പോഴും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം, പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റിനകത്തും എന്ത് തന്നെയായിരുന്നു, സൈഫർ ബ്ലോക്ക് ചെയിനിങ് മോഡിനകത്തും എന്ത് തന്നെയാണ് പറഞ്ഞത്, എപ്പോഴും പ്ലെയിൻ ടെസ്റ്റിനകത്ത് എത്ര ബിറ്റ് ഉണ്ടോ അത്രയും ബിറ്റായിരിക്കണം ആരിലും ഉണ്ടായിരിക്കുന്നത്, ഇനിഷ്യൽ വെക്ടറിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെ പറയുന്നത്, പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് ഇപ്പോൾ എടുത്ത പ്ലെയിൻ ടെസ്റ്റ് K ബിറ്റ്സ് ആണെങ്കിൽ അത്രയുള്ള ഒരു ഇനിഷ്യൽ വെക്ടറും എടുക്കണം. റിമൈനിങ് ബിറ്റ്സ് നമ്മൾ എന്താക്കണം, 64 ബിറ്റ് ആക്കാൻ വേണ്ടി സീറോസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യണം, എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന ആ 64 ബിറ്റ് ഡേറ്റയിലെ ആദ്യത്തെ K ബിറ്റ് എത്രയാണോ IVക്ക് വേണ്ടി എടുത്ത ബിറ്റ് അത്രയും K ബിറ്റും എടുത്ത് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സൈഫർ ടെക്സ്റ്റ്. ഇത് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഓപ്പറേഷൻ. സെക്കൻഡ് റൗണ്ട് ഓഫ് ഓപ്പറേഷനിൽ ആരായിരിക്കും പോകുന്നത്, ഇനിഷ്യൽ വെക്ടർ K ബിറ്റ്സിൻ്റെ അടുത്തോട്ട് ആര് വരും, ആ സ്ഥാനത്തോട്ട് ആര് വരും, നമ്മുടെ സൈഫർ ടെക്സ്റ്റ് K ബിറ്റ്സ് വരും. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഫോം ചെയ്ത് കഴിഞ്ഞ് C1 എന്ന് പറയുന്ന C1 എവിടെ വരും, ആ K ബിറ്റ്സ്, അതായത് IV പ്ലേസ് ചെയ്തിരുന്ന ഇനിഷ്യൽ വെക്ടർ പ്ലേസ് ചെയ്തിരുന്ന K ബിറ്റ്സിൻ്റെ അടുത്ത് ആര് വരും, സൈഫർ ടെക്സ്റ്റ് വരും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇനിഷ്യൽ വെക്ടർ IV എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു K ബിറ്റ്സ് സൈഫർ ടെക്സ്റ്റ്, റിമൈനിങ് ബിറ്റ്സ് അതായത് 64 മൈനസ് 2 K ബിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോസ് ആയിരിക്കും. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലെയിൻ ടെസ്റ്റ് ഒരു 4 ബിറ്റ് ആണെങ്കിൽ ഇവിടെ എത്ര ബിറ്റ് ആയിരിക്കും, 4 ബിറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ IV കൺസിഡർ ചെയ്യുന്നത് എത്ര ബിറ്റാണ്, 4 ബിറ്റാണ്. അപ്പോൾ ഈ 4 ബിറ്റിൻ്റെ കൂടെ റിമൈനിങ് 60 ബിറ്റ്സ് എന്തായിരിക്കും, നമ്മൾ സീറോസ് അപ്പൻഡ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതിൽ ആദ്യത്തെ 4 ബിറ്റ്സ് എടുക്കും. ആ 4 ബിറ്റ്സും പ്ലെയിൻ ടെക്സ്റ്റിലെ 4 ബിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, സൈഫർ ടെക്സ്റ്റിനെ കിട്ടും. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഫർ ടെക്സ്റ്റിനെ തിരിച്ച് കൊണ്ടിടും. തിരിച്ച് എവിടെ കൊണ്ടിടും, IVയുടെ 4 ബിറ്റ്സിൻ്റെ സ്ഥാനത്ത് കൊണ്ടിടും. അപ്പോൾ IVയുടെ അതായത് ഇനിഷ്യൽ വെക്ടറിൻ്റെ 4 ബിറ്റ്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആരുണ്ട്, ആദ്യം കുറേ സീറോസ്, പിന്നെ K ബിറ്റ്സ് ഓഫ് ഇനിഷ്യൽ വെക്ടർ, ദെൻ K ബിറ്റ്സ് ഓഫ് ആര്, സൈഫർ ടെക്സ്റ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ എത്ര ആയിരിക്കും, 64 മൈനസ് 2 K ബിറ്റ്സ് ഓഫ് സീറോസും K ബിറ്റ്സ് ഓഫ് IVയും K ബിറ്റ്സ് ഓഫ് സൈഫർ ടെക്സ്റ്റും ആയിരിക്കും അടുത്ത റൗണ്ട് ഓഫ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, എൻക്രിപ്റ്റ് ചെയ്യാൻ പോണത്.
അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആര് കിട്ടി? അടുത്ത സെറ്റ് ഓഫ് 64 ബിറ്റ് കിട്ടി. അതിൽ നിന്ന് അടുത്ത M2നെ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്താണ് നമ്മൾ ആര് ഫോം ചെയ്യുന്നത്? ഇതിനകത്ത് ഫീഡ്ബാക്ക്, അതായത് കെ ബിറ്റ് സൈഫർ ഫീഡ്ബാക്ക് മോഡ് കണ്ട. സൈഫർ ടെക്സ്റ്റിനെ ഫീഡ്ബാക്ക് ചെയ്യുന്നത്, തിരിച്ചു വിടുന്നത് കൊണ്ടാണ് അതിനെ സൈഫർ ഫീഡ്ബാക്ക് മോഡ് എന്ന് പറയുന്നത്. അതിന് ഡീക്രിപ്ഷൻ അപ്പോൾ എങ്ങനെയാണ്? ഡീക്രിപ്ഷനും ഇതേപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ആരെയാണ്? നമ്മുടെ സൈഫർ ടെക്സ്റ്റിനെയാണ് ഇവിടുന്ന്. ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റും കെ ബിറ്റ്സും കൂടെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? സൈഫർ ടെക്സ്റ്റും കെ ബിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആരെ കിട്ടും? പ്ലെയിൻ ടെക്സ്റ്റിനെ കിട്ടും. മറ്റിടത്താണെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റും കെ ബിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈഫർ ടെക്സ്റ്റിനെ കിട്ടും. ഇവിടെ സൈഫർ ടെക്സ്റ്റും കെ ബിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ ആരൊക്കെയാണ് കൊടുക്കുന്ന? കുറേ സീറോസ് എന്ന് പറഞ്ഞാൽ 64 മൈനസ് കെ സീറോസ്. അതിൻ്റെ കൂടെ ആരും കൂടെ വരും? IVയും കൂടെ വരും, ഇനിഷ്യൽ വെക്ടറും കൂടെ വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ഇതിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് ഓപ്പറേഷനിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയേ. 64 minus 2K0 followed by K bits of IB and K bits of C1. കണ്ടോ, ഫസ്റ്റ് സൈഫർ ടെസ്റ്റും കൂടെ വരും. അടുത്ത റൗണ്ട് ഓഫ് ഓപ്പറേഷനിൽ ആരൊക്കെ വരും? 0 IB C1 C2 വരും. അടുത്ത റൗണ്ട് 0 IB C1 C2 C3 ഇങ്ങനെ പോകും അല്ലേ? ഇതാ നോക്ക്. അപ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് സൈഫർ ടെക്സ്റ്റ് ഫോം ചെയ്യുന്നത്? സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ ടെക്സ്റ്റ് പ്ലസ് KDES ഓഫ് 0, IB അല്ലേ? അതല്ലേ ഫസ്റ്റ് ചെയ്യുന്നത്? സൈഫർ ടെക്സ്റ്റ് C1 എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് പ്ലസ് K ബിറ്റ്സ് ഓഫ് DES. K ബിറ്റ്സ് ആരുടെയാണ്? K ബിറ്റ്സ് ഓഫ് DES 0, IB ചെയ്യണം. ഓക്കെ, അടുത്ത C2 ഫോം ചെയ്യാനാണെങ്കിൽ KDES ഓഫ് 0 IB C1. C3 ഫോം ചെയ്യാൻ KDES ഓഫ് 0 IB C1 C2. ഓക്കെ, ഡി സൈഫറിന് വേണ്ടിയാണെങ്കിൽ M1 പ്ലസിന് വരെ ആര് വരും? C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് M1 M2 M3 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ C1-ന് ഒരു C1ൻ്റെ സ്ഥാനത്ത് ഒരു ബിറ്റ് എറർ ഉണ്ടായി. ലെറ്റ് ബി C1 പ്ലസ് Q എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കട്ടെ. അപ്പോൾ എന്ത് പറ്റും? ഈ C1 പ്ലസ് Q എവിടെ ആഡ് ആവും? ഇവിടെ ആഡ് ആവും അല്ലേ? C1 വരേണ്ട സ്ഥാനത്ത് ആര് വരും? C1 പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഒരു എറർ വന്നിട്ട് C1 പ്ലസ് Q ആണ് വന്നത്. ഓക്കെ, അപ്പോൾ C2 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആര് കാണും? ആ എറർ കാണും. C3 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആര് കാണും? ആ എറർ കാണും. C4 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്ത് കാണും? ആ എറർ കാണും അല്ലേ? അപ്പോൾ എറർ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ എവിടം വരെ? അതിങ്ങനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത്, ഇവിടെ നമ്മൾ പറഞ്ഞ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോവില്ലേ? ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് എപ്പോൾ ആ C1 കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് പുറത്ത് പോവും, എക്സിറ്റ് ആവും, അതുവരെ ആ എറർ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുവരെ ഫോം ചെയ്യുന്ന എല്ലാ സൈഫർ ടെക്സ്റ്റിലും എന്ത് പറ്റും? ആ എറർ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് എന്ത് പറഞ്ഞത്? ഇതിനുള്ള എറർ വിൽ പ്രൊപ്പഗേറ്റ് അണ്ടിൽ ദ K ബിറ്റ്സ് ഓഫ് C1 പ്ലസ് Q നോ ലോങ്ങർ ആസ് എ പാർട്ട് ഓഫ് ദ ഇൻപുട്ടിൻ്റെ ഒരു പാർട്ട് ആവുന്നത് വരെ, ആ ഇൻപുട്ടിൻ്റെ പാർട്ടിൽ നിന്ന് മാറുന്നത് വരെ ആ എറർ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അടുത്തത് വന്നത് K ബിറ്റ് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്. നേരത്തെ എന്തായിരുന്നു? സൈഫർ ഫീഡ്ബാക്ക് മോഡായിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് ആര് വന്നു? ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡ്. നേരത്തെ അതേപോലെ തന്നെ പ്രൊസീജിയർ, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ ആരെ ഫീഡ്ബാക്ക് ചെയ്തു? സൈഫർ ടെക്സ്റ്റിനെ ഫീഡ്ബാക്ക് ചെയ്തു. ഇപ്പോൾ ആരെ ഫീഡ്ബാക്ക് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഓഫ് എൻക്രിപ്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട് ഡേറ്റയിലെ K ബിറ്റ്സിനെ. അതായത് നമ്മൾ ആഡ് ചെയ്യാൻ ഒരു K ബിറ്റ്സ് യൂസ് ചെയ്യൂലേ എൻക്രിപ്ഷൻ കഴിഞ്ഞിട്ട്? ആ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന K ബിറ്റ്സിൻ്റെ ആ K ബിറ്റ്സിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീഡ്ബാക്ക് ചെയ്യുന്നത്. മനസ്സിലായ? അതെങ്ങനെയാണെന്ന് നോക്കിയേ. ഇപ്പോൾ സൈഫർ ടെക്സ്റ്റ് C1 എങ്ങനെ ഫോം ചെയ്യുന്നത്? പ്ലെയിൻ ടെക്സ്റ്റ് M1. ഇതാ നോക്ക്, സൈഫർ ടെക്സ്റ്റ് C1 ഈസ് ഈക്വൽ ടു പ്ലെയിൻ ടെക്സ്റ്റ് M1 പ്ലസ് KDES ഓഫ് ആരൊക്കെയാണ്? KDES ഓഫ് 0, IB. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആരെയാണ് ചെയ്യേണ്ടത്? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫീഡ്ബാക്ക് ചെയ്യേണ്ട ആരെയാണ്? ഈ KDES ഓഫ് 0, IB അല്ലേ നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യേണ്ടത് അല്ലേ? K ബിറ്റ്സ് ഓഫ് ഡേറ്റ എൻക്രിപ്ഷൻ DES കഴിഞ്ഞിട്ടുള്ളതിൻ്റെ K ബിറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫീഡ്ബാക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ കംപ്ലീറ്റ് ഡേറ്റയെ നമ്മൾ ലെറ്റ് ഇറ്റ് ബി T1 ആയിട്ട് എടുത്തു അല്ലേ? KDES ഓഫ് 0, IB ആണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ എന്താക്കി അസ്യൂം ചെയ്തു? T1 ആക്കി. അപ്പോൾ M1 പ്ലസ് T1 എത്തി. അടുത്ത അപ്പോൾ C2 എങ്ങനെ കിട്ടും? M2 പ്ലസ് KDES ഓഫ് 0, IB, ഇവിടെ ആരാണ് ഇരിക്കുന്നത്? ഈ K ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇത്രയുമല്ലേ ഇനിഷ്യൽസ്, അതായത് നമ്മുടെ T1 അല്ലേ? ഇപ്പോൾ 0, IB, T1 കിട്ടി.
അടുത്തതിന് നമ്മൾ ഇത് മൂന്നെണ്ണത്തെ ഇതെല്ലാം കൂടെ നമ്മൾ എന്താക്കി T2 എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അടുത്തതിന് എന്താണ് M3 പ്ലസ് KDES ഓഫ് 0, IV, T3 എന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്? ഔട്ട്പുട്ടാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് കറസ്പോണ്ടിങ് പ്ലെയിൻ ടെസ്റ്റൊക്കെ അറിയാനായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? പ്ലെയിൻ ടെസ്റ്റും കെ ബിറ്റ്സും ആണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ ആർക്ക് ആഡ് ചെയ്യണം? സൈഫർ ടെക്സ്റ്റും കെ ബിറ്റ്സും ആഡ് ചെയ്യണം. only difference is that we have to feedback the output, not the cipher text. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് വരുന്നില്ല? ആ എറർ പ്രൊപ്പഗേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 4 different modes of operation of DES modes of operation. Okay, thank you.